ഹലോ ഹായ്. ആസിഫ് അലി സുരാജ് വെഞ്ഞാറമൂട് കോംബോയിൽ വന്ന നഹാസ് നാസർ സംവിധാനം ചെയ്ത അഡിയോസ് അമിഗോസ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സിനിമ കണ്ടിറങ്ങി. ക്യാമറ ചെയ്തിരിക്കുന്നത് ജിംഷി ഖാലിദ്, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ജെയ്ക്സ് പിജോയും, അത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗോപി സുന്ദറും ചേർന്നാണ്. ഈ സിനിമയുടെ ജോണർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഫൺ ഫിലിം ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് സിനിമ ആയിട്ട് എടുക്കാം, ഇനി അതും അല്ലെങ്കിൽ ഒരു റോഡ് മൂവി ആയിട്ട് എടുക്കാം. അങ്ങനെ വ്യത്യസ്തമായ ജോണറിൽ കിടക്കുന്ന ഒരു സിനിമ. സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു സിനിമ, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു സിനിമ കൂടിയാണ്. ഒരുപാട് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ കേട്ടോണ്ടിരിക്കാനൊക്കെ രസമായിരുന്നു. സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു എബോ ആവറേജ് പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനകത്ത് കുറച്ച് നെഗറ്റീവും കുറേ അധികം പോസിറ്റീവും ഉണ്ട്. അതിൽ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ പെർഫോമൻസ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആസിഫ് അലിയുടെയും എന്താ പറയാ സുരാജിന്റെയും, ആസിഫ് അലിയുടെ ഒരു പ്രധാന ഒരു കോംബോ, ഒരു നല്ല കെമിസ്ട്രി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബിജുമേനോനാണ്. പക്ഷെ ഇവിടെ വരുമ്പോ മറ്റൊരു ഗംഭീര കെമിസ്ട്രി ആസിഫ് അലി കൊണ്ടുവന്നിരിക്കുന്നത് സുരാജ് വെഞ്ഞാറമൂടുമായിട്ടാണ്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും കട്ടക്ക് കട്ടക്ക് നിന്നിട്ടുള്ള പെർഫോമൻസ്. ആസിഫ് അലിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് കുറച്ച് ലൗഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എന്താ പറയാ, എപ്പോഴും ഒരു പ്രത്യേക സ്വഭാവമുള്ള, എപ്പോഴും ആൽക്കഹോളിക് ആയിട്ടുള്ള, ലൗഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. നമ്മുടെ പറവൂർ സ്ലാങ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ പറവൂർ സ്ലാങ് അങ്ങനെ, ഞാൻ പറവൂരുകാരനാണ്, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പറവൂരിന്റെ ഒരു വേറൊരു വേർഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോ ഉദാഹരണത്തിന് നമ്മുടെ രാജമാണിക്യത്തില് സുരാജ് തന്നെ നമ്മുടെ മമ്മൂക്കയെ തിരുവനന്തപുരം ഭാഷ പഠിപ്പിച്ച പോലെ ആരോ ഒരാളെ കൊണ്ടുവന്ന് പഠിപ്പിച്ചതാണെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത്ര ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ, പറവൂരത്തെ ഒരു വേർഷൻ ഒന്നും ആരും സംസാരിക്കുന്നില്ല. ഇപ്പോ രാജമാണിക്യത്തിലെ തിരുവനന്തപുരം ഭാഷ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തുകാർ അങ്ങനെയൊന്നും സംസാരിക്കുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അതുപോലുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ അത് കണ്ടിന്യൂസ് പിടിച്ചിട്ടുണ്ട് ആസിഫ് അലി. തുടക്കം മുതൽ അവസാനം വരെ ആ ക്യാരക്ടർ വിടാതെ ആ ഒരു എന്താ പറയാ സ്ലാങ് നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പറവൂരത്തെ മെയിൻ സ്ലാങ് അല്ല എങ്കിൽ പോലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നസ്ലീന്റെ ക്യാരക്ടർ, നസ്ലീന്റെ ഒരു സംസാര ശേഷി ഉണ്ടല്ലോ, നസ്ലീൻ കൊടുങ്ങല്ലൂരുകാരനാണ്. അപ്പൊ ആ ഒരു പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട് ആസിഫ് അലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം അതേ പരിപാടിയാണ്. പക്ഷെ പറവൂരത്തെ ഒരു മെയിൻ സ്ലാങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നല്ല ഗംഭീരമായിട്ട് ആ ട്രാക്ക് തുടക്കം മുതൽ അവസാനം വരെ ഒട്ടും അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ആ ക്യാരക്ടറിന്റെ ഒരു ഋതം ഉണ്ട്. ആ ഋതം പോകാതെ തന്നെ പിടിച്ചിട്ടുണ്ട്. ഒപ്പം സുരാജ്, നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുവിൽ ഒരു ഇമോഷണൽ സീൻ സുരാജ് ചെയ്തപ്പോ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടറിന്റെ ഒരു ഡെപ്ത് അദ്ദേഹം കൊടുക്കുന്ന രീതിയൊക്കെ. ഇതിലേക്ക് വരുമ്പോൾ ആ കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കുന്ന വിധം അവസാനത്തെ ഒരു ഡയലോഗ് ഉണ്ട്, അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഇമോഷൻസ് കൃത്യമായിട്ട് തുടക്കം മുതലേ ഈ കഥാപാത്രത്തിന്, സുരാജിന്റെ ഒരു കഥാപാത്രത്തിന്റെ ഒരു ഇമോഷൻ നമുക്ക് കൃത്യമായിട്ട് കണക്ട് ആവുന്നുണ്ട്. അവസാനം വരുമ്പോൾ ആ ഗംഭീരമായിട്ടുള്ള ഡയലോഗ് നല്ല നല്ല ഇമ്പാക്ട് ഉണ്ടായി, നല്ലോണം കണക്ട് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ പിന്നെയുള്ള കഥാപാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നേരം ഒന്നുമില്ല. അനഘ ഒരു ചെറിയൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അനഘ ഒരു പഴയ ആസിഫിയുടെ കാമുകയായിട്ടുള്ള ഒരു ക്യാരക്ടർ. അങ്ങനെ പിന്നെയുള്ള കഥാപാത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് ഫോണിലൂടെയാണ് കുറെയൊക്കെ. ഇവരാണ് മെയിൻ ആയിട്ട് സ്ക്രീനിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, ജിനു ജോസഫ് ഉണ്ട്, പിന്നെ ഷൈം ടോം ചാക്കോ ഉണ്ട്. ഷൈം ടോം ചാക്കോന്റെ ക്യാരക്ടർ നല്ല പക്ക ക്യാരക്ടറാണ്. പക്ഷെ എനിക്ക് ആ പെർഫോമൻസിൽ ഇടയ്ക്കൊന്ന് കയറി ഇടയ്ക്കൊന്ന് ഇറങ്ങി ഒരു ഡ്രാമാറ്റിക് സാധനം ചിലയിടത്തൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. തീരെ ഭയങ്കരമായ മോശമാണെന്നല്ല, ഇടയ്ക്ക് അങ്ങനെ ഒരു ഡ്രാമാറ്റിക് സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് ഒഴിച്ചിരുത്തി കഴിഞ്ഞാൽ പെർഫോമൻസ് വൈസ് ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഈ ഇമോഷൻസ് ഗംഭീരമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ സഹായിച്ചിട്ടുണ്ട്. ജെയ്ക്സ് പിജോയ് ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗോപി സുന്ദർ മ്യൂസിക് ചെയ്തത് നന്നായിട്ടുണ്ടെന്ന് 2 സോങ് ആണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അതിനകത്ത് വരണം ഇലയെ നമ്പി മരവിരുപ്പൂ എന്ന് പറയുന്ന ഒരു സോങ്, അത് ടൈറ്റിൽ സോങ് ആണ്. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ക്യാമറ ജിംഷി ഖാലിദ്, ക്യാമറയൊക്കെ ഗംഭീരമായിട്ട്, എന്തൊക്കെ എഡിറ്റിങ്ങും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സിനിമ. നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമയുടെ ലെങ്ത് ഒരു പ്രശ്നമാണ്. ഒരു 2 മണിക്കൂർ 39 മിനിറ്റ് കൊണ്ടുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ലെങ്ത്. കാരണം ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ട് പോയി. ഫസ്റ്റ് ഹാഫിന്റെ ഇന്റർവെല്ലിനോട് അടുക്ക പിടിച്ച് ആണ് ഒരു ചെറിയൊരു വലിച്ചിൽ ഫീൽ ചെയ്തത്. ആ ഇന്റർവെല്ലിന്റെ
ഒരു 15 മിനിറ്റ് മുമ്പോട്ട് വെച്ച് നോക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. തമാശകൾ വർക്കൗട്ട് ആയിട്ടുണ്ട്. നമ്മൾക്ക് ഈ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ സിനിമ എപ്പോഴത്തെയാണ് കൊണ്ടുവന്ന് നിർത്താൻ പോകുന്നത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം ഭയങ്കര ലെങ്ത് ആയിട്ട് ഫീൽ ചെയ്തു. ഒരുപാട് വലിച്ചിൽ അങ്ങനെ അങ്ങോട്ട് പോകുന്ന ഒരു പരിപാടിയായിട്ട് ഫീൽ ചെയ്തു. അപ്പോ അത്രയും ലെങ്ത് വന്നപ്പോ കുറെ ഒരു സോങ് ഇത്തിരി അനാവശ്യമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒരു ക്രിപ്സി ആക്കിയിരുന്നെങ്കിൽ കുറെ കൂടി മനോഹരമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുമായിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഭയങ്കര വലിച്ചിലായിട്ട് തോന്നി. പിന്നെ ഈ തുടക്കം മുതൽ ഈ രണ്ട് കഥാപാത്രങ്ങളുടെ ഇടയിൽ വരുന്ന കുറെ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ കാണിച്ചു പോവാണ്. അപ്പൊ തുടക്കം ഒരു ഇന്റർവെൽ വരെയൊക്കെ നമുക്ക് കൊള്ളാം എന്നുള്ള സാധനം വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതേ ട്രാക്കിൽ തന്നെ ഇങ്ങനെ പോകുമ്പോൾ ഒരു വിരസത അനുഭവിക്കുമല്ലോ. അതുകൊണ്ടാണ് ഈ പറയുന്ന ലെങ്ത് ഒരു പ്രശ്നമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. സിനിമയിലേക്ക് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ലൗഡായിട്ടുള്ള ഒരു ക്യാരക്ടർ, കുറച്ച് പണക്കാരനായിട്ടുള്ള ഒരു ക്യാരക്ടർ, അതിലേക്ക് കടന്നു വരുന്ന വളരെ സാധാരണക്കാരനായ ഇടുക്കിക്കാരനായ ഒരു കഥാപാത്രം സുരാജ് ഇടുക്കി സ്ലാങ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ പിന്നെ അവര് രണ്ടുപേരും അവരുടെ ലൈഫിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ ആണ് സിനിമ കാണിച്ചു പോകുന്നത്. ഒരു റോഡ് മൂവി ആയിട്ട് പരിഗണിക്കാം. അപ്പോ ഇതൊക്കെയാണ് സിനിമയെ കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു സിനിമയായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.